സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ചീസ് ബോളാണ്. പൊട്ടറ്റോ ചീസ് ബോളിന് ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ലപോലെ കഴുകി കഷ്ണങ്ങളാക്കി വേവിച്ചിട്ട് അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നല്ലപോലെ മാഷ് ചെയ്യണം. കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ച് ഒരു കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ലപോലെ മാഷ് ചെയ്ത് വയ്ക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് കൊത്തമല്ലി ഇട്ട് കൊടുക്കാം. കൊത്തമല്ലി അരിഞ്ഞത്, അത് കഴിഞ്ഞ് കുറച്ച് ചില്ലി ഫ്ലേക്സ്, എരിവിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ആദ്യം കുറച്ച് മല്ലിയില അരിഞ്ഞത്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഒറിഗാനോ, കുറച്ച് പെപ്പർ പൗഡർ. എന്നിട്ട് അതിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് അത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടണം. ഉരുട്ടി അതിൻ്റെ നടുക്ക് ഒരു മൊസറല്ല ചീസിൻ്റെ പീസ് വെച്ച് കവർ ചെയ്ത് ഒന്നും കൂടി ഉരുട്ടി വയ്ക്കണം. ഇത് നമ്മൾ ചീസ് അകത്ത് വെച്ച് ഉരുട്ടി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയാണ്. ഇതിനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതാണ് കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്യണം നന്നായിട്ട്. നന്നായിട്ട് നമ്മൾ കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. കോൺഫ്ലവർ നമ്മളിതാ കലക്കി വെച്ചേക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ബ്രെഡ് ക്രംസ് ആണിത്. ബ്രെഡ് നല്ലപോലെ മിക്സിയിലിട്ട് നമ്മൾ പൊടിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കണം. ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ ഒന്നും കൂടി പറയാം. ആദ്യം ഉരുളക്കിഴങ്ങ് നല്ലപോലെ തൊലി കളഞ്ഞ് നാലായിട്ട് മുറിച്ച് വെള്ളത്തിൽ വേവിച്ചിട്ട് നല്ലപോലെ മാഷ് ചെയ്തത്, അതിനകത്ത് കുറച്ച് കൊത്തമല്ലി അരിഞ്ഞത്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഒറിഗാനോ, കുറച്ച് പെപ്പർ പൗഡർ, ഇതെല്ലാം ഇട്ട് നല്ലപോലെ കുറച്ച് മൊസറല്ല ചീസ് തുരുകിയതും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അതിനകത്ത് ഒരു മൊസറല്ല ചീസ് വെച്ച് അതിൻ്റെ കഷ്ണം വെച്ചിട്ട് നല്ലപോലെ ഉരുട്ടി വെച്ചേക്കുന്നതാണ് ഇത്. ഇതിനെ നമ്മൾ വീണ്ടും കോൺഫ്ലവറിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് നമ്മൾ വറുത്തെടുക്കും. ഇത് നമുക്ക് എണ്ണയിലേക്കിട്ട് വറുക്കാം.
ചീസ് ബാൾ റെഡിയായി. ഇത് സോസും കൂടെ കൂട്ടി കഴിച്ചാൽ നന്നായിരിക്കും, ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതുണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്തിട്ട് കമൻസിൽ അറിയിക്കണം. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.